2018 ഫെബ്രുവരി 22 അതൊരു വ്യാഴാഴ്ചയായിരുന്നു. അന്നാണ് നമ്മൾ മലയാളികളാകെ തലകുനിച്ച് നിൽക്കേണ്ട ഒരു സംഭവം ഉണ്ടായത്. ആദിവാസി യുവാവായ 27 വയസ്സ് മാത്രം പ്രായമുള്ള മധു എന്ന ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് തല്ലിക്കൊലപ്പെടുത്തി. അട്ടപ്പാടിയിലെ മുക്കാലിയിലാണ് ഈ സംഭവം ഉണ്ടായത്. വനമേഖലയിൽ മധു കഴിഞ്ഞിരുന്ന ഒരു ഗുഹയിലായിരുന്നു. അവിടേക്ക് ആൾക്കൂട്ടം എത്തി മധുവിനെ പിടിച്ചുകൊണ്ടുവന്നു. അതിനുശേഷം മുക്കാലിയിലെത്തിച്ച് വിചാരണ നടത്തി ക്രൂരമായി കൊലപ്പെടുത്തി. പലരും ആ ദൃശ്യങ്ങളൊക്കെ തന്നെ സെൽഫി എടുത്തൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. മധുവിനെ പോലീസിന് കൈമാറിയെങ്കിലും ആശുപത്രിയിലേക്കുള്ള വഴിയിൽ മധു മരിച്ചു. സമൂഹ മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിത്തരിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു അത്. കേസിൽ വലിയ ജനകീയ രോഷമുണ്ടായി. പോലീസിന് പ്രതികളെ പിടികൂടേണ്ടി വന്നു. 16 പ്രതികളാണ് ആ കേസിലുണ്ടായത്. തുടർന്ന് അതിൻ്റെ വിചാരണ കാലയളവിലേക്കെത്തി. വളരെ നാടകീയമായ പല രംഗങ്ങളാണ് വിചാരണ നടന്നപ്പോൾ ഉണ്ടായത്. ഈ മധു കേസ് എന്ന് പറയുന്നത് കേരളം ഒന്നടങ്കം ശ്രദ്ധിക്കുന്ന ഒരു കേസാണ്. അത്രമാത്രം ശ്രദ്ധ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ സർക്കാരും ഒക്കെ തന്നെ അതിന് നൽകിയിരുന്നു. എന്നിട്ടും കേസിൽ സാക്ഷികളായവർ ഒന്നടങ്കം കൂറുമാറുന്ന ഒരു സ്ഥിതിയെത്തി. 104 സാക്ഷികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. അതിൽ 22 പേരും കൂറുമാറുന്നു. ഈ കൂറുമാറിയ 22 പേരിൽ മധുവിൻ്റെ ബന്ധു അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം. മധുവിൻ്റെ അമ്മയും സഹോദരിയും ഈ വിഷയത്തിൽ സർക്കാരിനെ സമീപിച്ചു. പലതരത്തിലുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് രാജേഷ് എം മേനോൻ എന്ന് പറയുന്ന ഒരു വക്കീലിനെ അവർക്ക് ലഭിക്കുന്നത്. രാജേഷ് എം മേനോൻ ഈ കേസിൻ്റെ പ്രോസിക്യൂട്ടറായി വന്നതോടെ ഈ കേസിൻ്റെ ഗതി തന്നെ മാറി. കാരണം 22 സാക്ഷികളാണ് ആ സമയം വരെയും കൂറുമാറിയിരുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയുന്നൊരു സ്കീം ഈ കേസിൽ നടപ്പാക്കി. അതുവഴി ഈ പ്രതികളും അതോടൊപ്പം തന്നെ സാക്ഷികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞു. അത് ഈ കേസിൽ വളരെ നിർണായകമായി. അതിനുശേഷം പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്തു. ഇങ്ങനെയാണ് ഈ സാക്ഷികൾ കൂട്ടമായി കൂറുമാറുന്നത് തടയാൻ കഴിഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് 16 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. അതിൽ 2 പേരെ കോടതി വെറുതെ വിട്ടു. ബാക്കി 14 പേരെ ശിക്ഷിച്ചു. 14ൽ 13 പേർക്കും 7 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചത്. പ്രതികൾക്കെല്ലാം തന്നെ ജീവപര്യന്തം ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ കരുതിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് മധുവിൻ്റെ ബന്ധുക്കൾ, അതായത് അമ്മയും സഹോദരിയും വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും ഹൈക്കോടതിയുടെ വിധിയാണ് ഇന്ന് വരാനിരിക്കുന്നത്.